ഒരു സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി ദക്ഷിണേന്ത്യയിൽ തന്നെ തിളങ്ങി നിന്നിരുന്ന ഒരു നടിയെ മുകേഷ് ചതിച്ചതും ശ്രീനിവാസൻ കൂട്ടുനിന്നതുമായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് മുകേഷ് തന്നെ സമ്മതിച്ചതുമാണ്. ഹായ്, അപ്പോൾ സിനിമയുടെ പിന്നാമ്പുറ കഥകളിലേക്ക് സ്വാഗതം. സിനിമാ ലോകം എന്നത് സൗഹൃദത്തിൻ്റെ ഒരു ലോകമാണ്, ചിലപ്പോൾ ചതിയുടെ ലോകം എന്നും പറയേണ്ടി വരും. ആ ചതി ചിലപ്പോൾ ആർക്കും ദോഷമില്ലാത്തതാകാം, ചിലപ്പോൾ മനഃപൂർവ്വമുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ചതിയുമാകാം. അതിലാർക്കും ദോഷമില്ലാത്ത ഒരു ചതിയെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. എന്നാൽ സ്വാർത്ഥത ഉറപ്പായിട്ടും ഇതിലുണ്ട്. കാരണം പണം തന്നെ പ്രശ്നം. ഇവിടെ ചതിച്ചത് മുകേഷ്, കൂട്ടുനിന്നത് നടൻ ശ്രീനിവാസൻ. ഇതിൽ പണം ഒരു ഘടകമായിട്ട് ഞാൻ പറയാനുള്ള കാരണം ആദ്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ശ്രീനിവാസനും മുകേഷും ചേർന്നായിരുന്നു. അപ്പോൾ ചിത്രത്തിന്റെ വിജയം അനിവാര്യമാണല്ലോ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. അതായത് ധ്യാൻ ശ്രീനിവാസൻ തന്നെ ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യ ഭാഗങ്ങൾ കണ്ടപ്പോൾ ഉറപ്പായിട്ടും പൊളിയും എന്നുറപ്പിച്ച പടം. പക്ഷേ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ ആ സ്കൂളിൽ വെച്ചുള്ള ആ പ്രസംഗം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ വികാര നിർഭരമായിട്ടുള്ള ഡയലോഗുകൾ കൊണ്ട് മാത്രം വിജയിച്ച ഒരു സിനിമ കഥ പറയുമ്പോൾ എന്ന ബാർബർ ബാലന്റെയും അശോക് രാജ് എന്ന സൂപ്പർ താരത്തിന്റെയും കഥ പറയുന്ന ചിത്രം. അതിനെക്കുറിച്ച് ഒത്തിരി കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിടാം. പക്ഷെ ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കൂടിയായിരുന്ന മുകേഷും ശ്രീനിവാസനും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്ത ചതിയാണ് ഞാൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ചിത്രത്തിൽ മമ്മൂട്ടി കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, നായകൻ നമ്മളുടെ ശ്രീനിവാസൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നായികയെ വേണം, അതായത് കുലീനയായ നല്ല സൗന്ദര്യമുള്ള ഒരു നടി. ഇവർ രണ്ടുപേരും ചേർന്ന് അവസാനം മീനയെ ഫിക്സ് ചെയ്തു. എന്നിട്ട് അവരെ കാണാൻ പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ശ്രീനിവാസന്റെ നായികയാവാൻ സമ്മതിച്ചില്ല മീന എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് എന്തോ കുതന്ത്രം ഉപയോഗിച്ചതായിരിക്കും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതല്ല, മീനയ്ക്ക് ശ്രീനിവാസന്റെ നായികയാകാൻ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായിരിക്കും പ്രശ്നം? ആ പ്രശ്നം പറയുന്നതിന് മുൻപ് ആദ്യം അറിയേണ്ടത്, മുകേഷ് പ്രശ്നം ഉണ്ടാക്കി വെച്ചു. അത് ലൊക്കേഷനിൽ വെച്ച് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് തീർക്കാൻ ശ്രീനിവാസനെ മുന്നിലിട്ട് കെടുത്തു എന്നുള്ളതാണ്. അതായത് ഇവരെടുത്ത ആദ്യത്തെ മുൻകരുതൽ എന്ന് പറയുന്നത് മീനയോടൊപ്പം കുട്ടികൾ ഉൾപ്പെടാത്ത സീനുകൾ ആദ്യം കുറച്ചെടുത്ത് വെച്ചു. അപ്പോൾ മീന പിന്നീട് ഉടക്കിയാലും ഈ കാരണം പറഞ്ഞ് മീനയെ പിടിച്ചു നിർത്താമല്ലോ. അങ്ങനെ അവസാനം ആ ദിവസം എത്തി. അതായത് കുട്ടികളുമൊത്തുള്ള സീനുകൾ ലൊക്കേഷനിൽ എത്തിയതും മീന പെട്ടെന്ന് ടെൻഷൻ അടിച്ച് വീണ്ടും കാരവാനിലേക്ക് തന്നെ തിരിച്ചെത്തി. മുകേഷ് സ്ഥലത്തുനിന്ന് പതുക്കെ മുങ്ങി. ശ്രീനിവാസൻ മീനയുടെ മുമ്പിൽ പെട്ടു. അതായത് ഇവര് മീനയോട് കഥ പറയാൻ പോയപ്പോൾ മക്കളായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ മൊത്തം നായികയായിട്ട് തിളങ്ങി നിൽക്കുന്ന മീന സത്യത്തില് വലിയ കുട്ടികളുടെ അമ്മയായിട്ടുള്ള വേഷമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കരിയറിനെ ഓർത്ത് സമ്മതിക്കില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെയാണെങ്കിൽ സെറ്റിൽ വെച്ച്, അതും കുറച്ച് സീനുകളുടെ ഷൂട്ട് കഴിഞ്ഞാണ് ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയായിട്ടാണ് വേഷം എന്നുള്ളത് മീന അറിയുന്നത്. അവസാനം ഇവിടെ കേരളത്തിൽ എല്ലാവരും വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത് റോള് നോക്കിയിട്ടാണ്. അവിടെ പ്രാധാന്യമുള്ള അഭിനയ സാധ്യതകളുള്ള റോളാണോ എന്നൊക്കെ നോക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഓരോ നടിമാരും നടന്മാരും. ഉദാഹരണത്തിന് മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് സായികുമാർ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ശ്രീനിവാസൻ മീനയെ കൺവിൻസ് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. എന്നിട്ട് മുകേഷ് മീനയും ശ്രീനിവാസനും ഒക്കെയുള്ള ഒരു പ്രസ് മീറ്റിൽ വെച്ച് നല്ല കിണ്ണം കാച്ചിയ ഒരു നുണയം പാസാക്കി. അതായത് മീന ഈ വേഷം അഭിനയ സാധ്യത മാത്രം നോക്കിയാണ് തിരഞ്ഞെടുത്തത്. സാധാരണ നടിമാരാണെങ്കിൽ ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയായിട്ടൊന്നും അഭിനയിക്കാൻ തയ്യാറാവില്ല. പക്ഷേ മീന അങ്ങനെയല്ല എന്നൊക്കെ മീനയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് തന്നെ നല്ല കിണ്ണം കാച്ചിയ നുണ പറഞ്ഞു. മീന അതൊക്കെ അന്തം വിട്ട് കേട്ടിരുന്നു. അപ്പോൾ അതാണ് പുളു അടിക്കുന്നതിലുള്ള മുകേഷിന്റെ തൊലിക്കട്ടി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.